ഹലോ ഗൈസ്, ആദ്യമേ ഒരു ക്ഷമ ചോദിക്കുകയാണ്. കാരണം മലയാളമേ എനിക്ക് വഴക്കും. ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് വിഷമം തോന്നുന്നു. കാരണം നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നു കയറിയ ആളാണ്. എൻ്റെ ഒപ്പം പഠിച്ചവരിപ്പോൾ നാട്ടിൽ FLJ പാസ്സായി ഡോക്ടറായിരിക്കുന്നുണ്ട്. എൻ്റെ ജൂനിയറായി പഠിച്ച നിങ്ങളുടെ കൂടെയാണ് ഞാൻ പാസ് ഔട്ടായത്. അപ്പോൾ നിങ്ങളെ കൂട്ടത്തിൽ ഒരാളായി കൂട്ടിയതിന് ആദ്യം തന്നെ ഞാൻ നന്ദി പറയും. അത് ശരിയാണ്, അധികം പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടാവും. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, ഈ 7 കൊല്ലം മോൾഡോവയിൽ ജീവിച്ചിട്ട് എൻ്റെ ഏതെങ്കിലും പ്രവൃത്തിയോ സംസാരമോ എന്തെങ്കിലും കൊണ്ട് ആരുടെയെങ്കിലും മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. പിന്നെ എനിക്ക് ഒരുപാട് നന്ദി പറയാനുള്ളൊരു ടീമുണ്ട്, എൻ്റെ ബാച്ച്മേറ്റ്സ്, എൻ്റെ ക്ലാസ്മേറ്റ്സ്. ഈ ഇയർബാക്കൊക്കെയായി നിന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കരുത് ഏത് ബാച്ചിൽ പോയി കയറും എന്ന് ആലോചിച്ച് നിന്ന സമയത്ത് ഒരു കയ്യും നീട്ടി സ്വീകരിച്ചതാണ്. അവരോട് എത്ര നന്ദി പറഞ്ഞു കഴിഞ്ഞാലും മതിയാവില്ല. പിന്നെ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ മോൾഡോവയിലൂടെ ഒരുപാട് എക്സ്പീരിയൻസ്. ലോകം ഇതൊന്നും അല്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത്, എന്നാൽ ഇപ്പോഴും കൺഫ്യൂഷനാണ്. പക്ഷെ ഈ ഒരു സംഗതികളൊക്കെ പറയുമ്പോഴും അതുപോലെ ഈ ഒരു നിമിഷം പറഞ്ഞില്ലെങ്കിൽ അത് വളരെ മോശമായി പോകും. അതുകൊണ്ട് പറയുകയാണ്, വളരെ ദുർഘടം പിടിച്ചിരുന്ന സമയങ്ങളിൽ ഒപ്പം ഉണ്ടാവും എന്ന് കരുതിയ ആരും ഉണ്ടാവാതിരുന്ന സമയത്തും ഒരുപാട് പ്രതീക്ഷയോടുകൂടി എനിക്ക് വിശ്വാസം അർപ്പിച്ച എൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, സദീക. ഒരുപാട് നന്ദിയുണ്ട് സദി, ഇത്രയും കാലമായിട്ട് എന്നെ ഇട്ടിട്ട് പോവാതിരുന്നത്. അതുപോലെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, നല്ല ശരിയായിരിക്കും എന്ന് പറയുന്ന ഒരാളുണ്ട്, ഡോക്ടർ അല്ലെങ്കിൽ. അതുപോലെ സുഹൃത്തായി സഹോദരനായൊക്കെ കണ്ട ഒരു വ്യക്തിയുണ്ട്, ഗോകുൽ. അവനും ഞാൻ ഈ സന്ദർഭത്തിൽ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ആരൊക്കെ പറയുന്നതായിട്ടാണെങ്കിൽ ഞാനാണ് ISFന്റെ ഹെഡെന്നൊക്കെ, പക്ഷേ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. അങ്ങനെ ഹെഡൊന്നുമല്ല, ISFൽ അങ്ങനെ ഹെഡുമില്ല, ഉള്ളത് കോർപ്പറൽ മെമ്പേഴ്സ് മാത്രമാണ്. ISFന് തുടങ്ങുന്ന സമയം ഒരുപാട് പ്രതിസന്ധികളിൽ കണ്ടെങ്കിലും ഉരുണ്ടു പോകാൻ തക്കതായ ആൾ. അപ്പോൾ ഇയർ ബാക്ക് ആവുന്ന സമയത്ത് ഞാൻ പൂജ ഇങ്ങനെ ഡീൻ ഓഫീസിൽ എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ബാബുജിയല്ലേ? ആ, ബാബുജി പറഞ്ഞു ബെറ്റർ ഒരു ഓപ്ഷൻ തരാം, ഒന്നുകിൽ എക്സ്പെറി വാങ്ങി പൊക്കോ, ഇല്ലെങ്കിൽ ഇയർ ബാക്ക്. പൂജ അങ്ങനെ പൂജ കരച്ചിൽ തുടങ്ങിയിട്ട് അപ്പോഴാണ് ഞാൻ കയറുന്ന സമയത്ത് പൂജയെ സമാധാനിപ്പിക്കാനെന്ന വണ്ണം ഞാൻ പറഞ്ഞു ഇങ്ങനെ, പൂജ കരയേണ്ട കുഴപ്പമില്ല, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആരെങ്കിലും പൂവാറി ഡോക്ടർ മൈ നെയിം ഈസ് അനന്ത് ബ്രഹ്മൻ.
എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. ആളുകൾക്ക് സ്റ്റേജിൽ കയറുന്നുണ്ട്. എല്ലാവരും പറയും ഞാൻ വീഡിയോ ബ്ലോഗ് യൂട്യൂബ് അതൊക്കെ കളിയാക്കുന്നവരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഒരു മെമ്മറീസ് ആണ്. കുറെ ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് അതാണ് ഇതാണ്. പക്ഷെ എന്റെ പേഴ്സണലി അറിയാവുന്നവർക്ക് അങ്ങനെ തോന്നിയെന്ന് എനിക്കറിയത്തില്ല. ഫോളോവേഴ്സ് ഒന്നും കാര്യമില്ല. 4 പേര് കൂടെ ഉണ്ടാവും, അത് മതി. ഓൾ ദ ബെസ്റ്റ്. പിന്നെ ചോറ് എത്രയാണ്? ഇതിനെപ്പറ്റി നമുക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കണം. അതിനകത്ത് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ താല്പര്യങ്ങളോ മതപരമായ താല്പര്യങ്ങളോ വേറെ പൊളിറ്റിക്കലായിട്ടുള്ള താല്പര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതെ പറഞ്ഞതുപോലെ നമ്മൾ ഏതൊരു കാര്യത്തിൽ കയറി കാര്യം അതിനെ തളർത്താൻ അതിനെ നല്ല രീതിയിൽ പറഞ്ഞതുപോലെ മുന്നോട്ട് പിടിക്കാൻ കുറച്ച് പേരെങ്കിലും ഒന്നും ഉണ്ടായിരിക്കും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒഴുക്കിനെതിരെ തിരിയാൻ മാത്രമേ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ പറ്റൂ. നേട്ടം ഉണ്ടാക്കി കഴിയുന്നവരെല്ലാവരും പറയും ഞാൻ അതിനെ
സമയത്ത് ഈ പറഞ്ഞ പോലെ മാർക്ക് അത്രയാണല്ലോ ഇത്രയാണല്ലോ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെ ആദ്യം ഫസ്റ്റ് ഇയറിൽ ഈ പറഞ്ഞ പോലെ ഒരു സബ്ജക്റ്റിൽ പോലും അറ്റസ്റ്റേഷൻ ഇല്ലാത്ത ആളായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഏതെങ്കിലും ഒരാൾ പറഞ്ഞതുപോലെ അക്കാഡമിക്സിൽ ഒരിക്കലും അവരോട് കയറാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ മെഡിസിൻ ഒരിക്കലും മെഡിസിൻ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി 50% മാത്രമാണ് നമ്മൾ അവിടെ ഇൻട്രസ്റ്റ്. സോ ഒരിക്കലും ഒരു ബ്രില്യൻസിന്റെ കീഴിൽ അത് ഹാർഡ് വർക്കിന്റെ മാത്രമാണ്. I'm not a Malayali, so I just wanted to say a bit of words regarding each of the groups. I know each of you personally. I think I wanted to share something personally about each of you. I came to group 1753. I just wanted to tell you guys that you have been a gem of a group for me, and I will always cherish you guys. Everybody. Let me tell you that is one of the biggest trait one can have in your heart, is to look at someone and smile with your heart open. Andrew Tate, come on. Alpha male, come on. ദൂരോട്ട് പിടിച്ച് പറഞ്ഞാൽ
ഒത്തിരി നെസസറി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അതിങ്ങനെ തന്നെ നമുക്ക് എല്ലാവർക്കും പിരിയാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. എല്ലാവർക്കും നല്ല വരട്ടെ. മോൻ എന്തൊരു ടേസ്റ്റാണ് സമൂസ. അത് നോക്കും ഓയിലിങ്ങനെ ഒഴുകിയിട്ട്, പക്ഷെ രണ്ടെണ്ണേ ഉള്ളൂ. അതാണ് എനിക്ക് വിഷമം ഉണ്ടാക്കിയത്. ഗോകുൽ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഇത് ബിരിയാണി ഞങ്ങളുടെ വേറെ വലിയ ബിരിയാണി ആയിരിക്കും. ഏതെങ്കിലും റിഹേഴ്സലായിട്ട് ഞാൻ വേണമെങ്കിൽ വന്ന് കഴിച്ച് നോക്കാം ഈ വർഷം തന്നെ പോകുന്നതിന് മുന്നേ. എന്തായാലും ഇല്ല, റിഹേഴ്സല നേരെ ഡയറക്റ്റ് ടേക്കാണ്. അടുത്ത ദിവസം ഞങ്ങൾക്ക് ബിരിയാണി. അതാണ് അടുത്ത ഫെയർവെൽ. നടന്നാൽ അത് മില്ലിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ പരിപാടിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അഫ്രോസിന്റെ പ്രസംഗം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരിപാടിക്ക് വന്നത്. അഫ്രോസ് പ്രസംഗിച്ചു എന്നിട്ട് അഫ്രോസ് പ്രസംഗിച്ചിട്ട് അപ്പോൾ കഴിഞ്ഞില്ല കാരണം കരണ്ട് അഫ്രോസും അളിയ നമ്മളാരും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു പരിപാടി പെട്ടെന്ന്. ഇന്നലെ നമ്മൾ പെട്ടെന്ന് വൈകുന്നേരം നമ്മൾ അറിയുന്നത് വന്നു. പക്ഷേ നമുക്കൊന്നും പറയാനില്ല, അത്ര അടിപൊളിയായിരുന്നു. ഇത്ര നാളിനിടയ്ക്ക് പലർക്കും നമുക്കിടയിൽ ഒരു യാതൊരു തരത്തിലുള്ള ഒരു ബന്ധവും ഒരു കണക്ഷൻ ഒന്നും ഇല്ലായിരുന്നു ഈ ഒരു ദിവസം. ഇത് പക്ഷേ ഇപ്പം നമ്മുടെ ഫാമിലി സ്വപ്നങ്ങളെ സ്വന്തമാക്കാം. എന്താ പരിപാടി ഉണ്ടാകും? നല്ല പരിപാടിയായിരുന്നു. കുറെ മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ എല്ലാവരും അതൊക്കെ എടുത്ത് പറഞ്ഞു. നേരത്തെ എന്താ പറയാ, ഈ 1 വർഷം മുതൽ 6 വർഷം വരെയുള്ള ഒരു സമ്മർ കിട്ടിയ പോലൊക്കെ പറയാൻ പറ്റി എല്ലാവരോടും. നീ എന്ത് പറയായിരുന്നു? പറയാൻ എന്താ കോൺഫിഡൻസ് ഇല്ല പറയാൻ. ക്യാമറയുടെ ഫ്രണ്ടിൽ മാത്രമേ കോൺഫിഡൻസ് ഉള്ളൂ. ഇല്ല, അന്ന പോലെ തന്നെ നല്ല പരിപാടിയാണ്. ഓക്കെ, സെറ്റ്. ഫെയർവെൽ ISF നടത്തിയ ഫെയർവെൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ വിളിച്ചത് എന്താണ് പറയാനുള്ളത് ഫെയർവെല്ലിനെ പറ്റി മൊത്തത്തിൽ? ഫെയർവെൽ അതിഗംഭീരമായിരുന്നു. ഫെയർവെൽ അതിഗംഭീരമായിരുന്നു. എന്തോ ഈ ഇത്രയും കാലം കുറേ ടെൻഷൻസ് ഉണ്ടായിരുന്നു. അതായത് എക്സാംസിനെ പറ്റിയാണെങ്കിലും ലൈഫിനെ പറ്റിയാണെങ്കിലും ഏറ്റവും വലിയ ടെൻഷൻ സ്റ്റേറ്റ് എക്സാം ആയിരുന്നു. സ്റ്റേറ്റ് എക്സാം കഴിഞ്ഞപ്പോഴൊരു സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഈ ടെൻഷൻ അടിച്ചടിച്ച് ശീലിച്ചുകൊണ്ട് ഇനി ടെൻഷൻ അടിക്കാനൊന്നും ഇല്ലല്ലോ. അങ്ങനെയാണോ എന്നറിയില്ല. കുഴപ്പമില്ല, എല്ലാം നന്നായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ISFMന് എൻ്റെയും ഞാനെൻ്റെയും പേരിൽ നന്ദി അറിയിക്കുന്നു. പിന്നെ ഞങ്ങളതിലുള്ളത് തന്നെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ വിചാരിക്കും സ്വന്തമായിട്ട് തന്നെ പൊക്കിയടിക്കുന്നത്. അതുകൊണ്ടല്ല, നമ്മൾ കുറേ ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് എല്ലാവരും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറുതാണെങ്കിലും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള കാര്യം സെറ്റ് ചെയ്തതാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലേ? അപ്പം വീഡിയോ കണ്ടാൽ അതിൽ വേറൊരു കേസിൽ പറയാനുള്ളത്, ഈ ഫെയർവെൽ നടത്തുന്ന സമയത്ത് ISFMന്റെ കോർ പാനൽ മെമ്പേഴ്സിലുള്ള 60 ഇവരൊരു കാര്യം അറിയിച്ചു. സത്യം അവർ ഗ്രൂപ്പിൽ മറ്റേ നമ്മളെ ഗ്രൂപ്പിലൊരു മെസ്സേജോ കാര്യങ്ങളല്ലേ ഞാൻ ആലോചിച്ചു. ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് മറ്റേ നമ്മളെ സമൂസ, ബജ്ജി, പിന്നെ ഫ്രൂട്ടിയൊക്കെ ഉള്ള ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഞാനത് എല്ലാവരും അടുത്ത് ചോദിക്കുകയാണ് എന്ത് സാധനം അതിൻ്റെ അകത്ത് എന്ത്. പക്ഷേ പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാവരും ചിലപ്പോൾ ആൾക്കാർ പറയും ജൂനിയേഴ്സിന് നമ്മൾ കൊടുത്തില്ലെന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു രീതി ചെയ്തത്. അപ്പോൾ ഗ്രാജുവേഷന് വരുന്നവരെ വലിയ നമ്മൾ ചീഫ് ഗസ്റ്റായിട്ട് കാണുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ കൊടുത്ത് നമ്മൾ ആ ഒരു സന്തോഷം പങ്കിട്ടതാണ്. അപ്പം ബാക്കിയുള്ളവരൊന്നും ഒന്നും വിചാരിക്കരുത്, നമ്മളെ പരിമിതിയിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഇനി വരും കാലത്ത് നമ്മൾ വലിയൊരു നിലയിൽ ഡെവലപ്പായി വരികയാണെങ്കിൽ ISFM വരുമെന്നാണ് വിശ്വസിക്കുന്നത്. വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ നിങ്ങളുടേതായ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വേണ്ടി പ്രയത്നിക്കുമെന്ന് ഞാൻ പറയുന്നു. എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയുന്നു ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പറയുന്നു. പിന്നെ ഇപ്പോൾ ഈ വീഡിയോയുടെ പിറകെ ഗോകുലാണ് വീഡിയോ എടുത്തു തരുന്ന ആളൊരു ISFM മെമ്പറാണ്. എന്ത് പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇവിടെ. വരും കാല ISFMനെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകാൻ കെൽപ്പുള്ള വ്യക്തികളിൽ ഒരാളാണ് ഗോകുലും. അപ്പൊ എല്ലാം എന്നെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സെറ്റല്ലേ? അതെ, സെറ്റ്. അപ്പൊ സൈനിങ് ഓഫ്.